നമുക്ക് നമ്മുടെ സ്പൈസി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലുള്ള പീസാണ്, നമ്മൾ കറി പീസായിട്ട് വാങ്ങിക്കുന്ന പീസായിട്ട് തന്നെ എടുക്കുക. ഇതിലേക്ക് ആദ്യം നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്താലും മതി. ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. കളറിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. എരിവിനായിട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2-3 തണ്ട് കറിവേപ്പില. പിന്നെ നമ്മളിതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ചെറുനാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമ്മുടെ വിനീഗർ ആഡ് ചെയ്താലും മതി. നമ്മുടെ ചിക്കൻ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ചിക്കൻ ഇൻസൈഡ് നല്ല സോഫ്റ്റും പുറമേ ക്രിസ്പിയുമായി കിട്ടും ഇങ്ങനെ നമ്മൾ ഈ ലെമൺ ജ്യൂസോ വിനീഗറോ ചേർത്ത് കഴിയുമ്പോൾ. 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ അപ്പത്തിൻ്റെ പാകത്തിലുള്ള അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയും കൂടി ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുട്ടയുടെ എണ്ണം വേണമെങ്കിൽ കൂട്ടാട്ടോ. 2 മുട്ട വേണമെന്നുണ്ടെങ്കിൽ 2 മുട്ട ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്തുക. എരിവ് നന്നായിട്ട് വേണം, എങ്കിലേ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണെങ്കിലാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റോടുകൂടി എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നത്. ഇതാകുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ബാച്ചിലേഴ്സിനാണെങ്കിലും വീട്ടമ്മമാർക്കും എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ സവാള മുറിക്കണ്ട, സവാള ഒന്നും ചേർക്കണ്ട, വളരെ എളുപ്പത്തിൽ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ, ഫ്രൈഡ് റൈസിനും എല്ലാത്തിനും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ലെഗ് പീസൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുക, ലെഗ് പീസിലേക്കൊക്കെ മസാല പിടിക്കാനായിട്ട്. ആദ്യം വരയാൻ മറന്നുപോയതുകൊണ്ട് ഇപ്പം വരഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയും മതി. മതി 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 മതി. കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നോളും. സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇല്ലെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴാണ് ചിക്കനിൽ മസാലയൊക്കെ പിടിച്ചിട്ട് കറക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ. ഞാനിപ്പോൾ 1 മണിക്കൂറാണ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ രാവിലെ മാരിനേറ്റ് ചെയ്തിട്ട് വൈകിട്ട് എടുക്കാം. അതൊക്കെ നമ്മുടെ സമയവും സൗകര്യം അനുസരിച്ച് വ്യത്യാസം വരുത്താം. കറിവേപ്പില ചേർക്കാൻ മറന്നു പോകരുത്. കറിവേപ്പിലയുടെ ആ ഒരു സ്മെല്ലും ഫ്ലേവറും എല്ലാം വരുമ്പോഴേ പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയി വരുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിനൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നന്നായി കുക്കായി കിട്ടാനും അതുപോലെ തെറിച്ച് പുറത്തേക്ക് വരാതിരിക്കാനാണ് നമ്മൾ അടച്ചു വെക്കുന്നത്. അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിടാം. ഇതുപോലെ തന്നെ ഈ സൈഡും ഒന്ന് കുക്കായി വരട്ടെ. ഈ സൈഡും നമുക്ക് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് വീണ്ടും 3 മിനിറ്റ് ആയി. അപ്പോൾ ചെറിയ പീസൊക്കെ ആണെങ്കിൽ വേഗം തന്നെ ഫ്രൈ ആയി കിട്ടും. വലിയ പീസാണെങ്കിൽ കുറച്ച് സമയം എടുക്കുള്ളൂ കേട്ടോ ഫ്രൈ ആയി വരാനായിട്ട്. അപ്പോൾ
ഈ ചിക്കൻ പീസൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പീസും കൂടി ഫ്രൈ ആയി വരാനുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇതാ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ട് ഏതിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടമായത്? ചപ്പാത്തിയുടെ കൂടെയാണോ, ചോറിൻ്റെ കൂടെയാണോ, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെയോ ബിരിയാണിയുടെയോ ഏതിൻ്റെയെങ്കിലും സൈഡ് ഡിഷായിട്ടാണോ, എന്തിൻ്റെ കൂടെയാണ് കഴിക്കാൻ ഇഷ്ടമായതെന്ന് മറക്കാതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.